നമസ്തേ, സുപ്രഭാതം. ഒഴുകുന്ന ജലത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം, അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം, ഭയാശങ്കകളെല്ലാം ഒഴിഞ്ഞു പോകും. സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രകൃതിയിലേക്കൊന്നിറങ്ങി നടന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ നമുക്ക് വർണ്ണനാതീതമാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര മനോഹരമാണ് പ്രകൃതി. കാണാ കാഴ്ചകൾ ഒരുക്കി വെച്ചുകൊണ്ട് എവിടെയെല്ലാം പ്രകൃതി നമ്മെ കാത്തിരിക്കുന്നു. ഇറങ്ങണം. രാവിലെ ഒരു പ്രഭാതത്തിൻ്റെ നനുത്ത പ്രഭാതത്തിൽ ഒരു നിശബ്ദതയിൽ കിളികളുടെ കളകൂജനം കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. നടക്കാൻ സാധിക്കുക എന്നതൊരു ഭാഗ്യമാണ്. കേൾക്കാൻ സാധിക്കുക എന്ന ഒരു ഭാഗ്യമാണ്. കാണാൻ സാധിക്കുക എന്നത് ഒരു ഭാഗ്യമാണ്. സംസാരിക്കാൻ സാധിക്കുക എന്നതൊരു ഭാഗ്യമാണ്. ഈ ഒരു മൊബൈൽ ഡിവൈസിലൂടെ ഈ ഭംഗി, പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഈ സൗന്ദര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതൊരു ഭാഗ്യമാണ്. ജീവിതം തന്നെ മഹാഭാഗ്യമാണ്. വിവിധങ്ങളായ മരങ്ങളാണ്. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. കിളികളാണെങ്കിൽ ഇവിടെ എല്ലാം വട്ടമിട്ട് പറക്കുന്നു. രാവിലെ ഉണർന്ന് എവിടേക്കോ യാത്രയാകുന്ന കിളികൾ തിരിച്ച് വൈകിട്ടവ യഥാസ്ഥാനത്തേക്ക്, അവരുടെ വീടുകളിലേക്ക്, വാസസ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയും വളരെ മനോഹരമാണ്. കാഴ്ചകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ വന്ന് അഥവാ ഈ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന സൗന്ദര്യങ്ങളിലേക്ക് നടന്നു ചെന്ന് കാണുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ശ്രദ്ധിക്കാം. പ്രകൃതിയിലേക്ക് നോക്കുക എന്നത് തന്നെ വളരെ സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നതാണ്. പ്രകൃതി ഉണർന്ന് സുന്ദരിയായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കിളികളുമെല്ലാം പ്രഭാതത്തിലേ ഉണർന്നു, വളരെ നേരത്തെ ഉണർന്ന് അവരുടെ യാത്ര തുടങ്ങി. രാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് ഇതുപോലെ ഭംഗിയുള്ള എല്ലാം കാണാനും ഭംഗിയുള്ള ഈ കാഴ്ചകൾ കാണുവാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചിരിക്കുന്നതിന് ഈ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. പ്രകൃതിക്ക്, ഈ മരങ്ങൾക്ക് എല്ലാം ഒരു ഹീലിംഗ് പവറുണ്ട്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള, മനസ്സിലെ മാലിന്യങ്ങളെയും ഭയാശങ്കകളെയും മാറ്റുവാനുള്ള, തുടച്ചു നീക്കുവാനുള്ളൊരു പവറുണ്ട്.